Now the next one is semiconductor diode. അപ്പോൾ പി എൻ ജംഗ്ഷൻ നമ്മൾ മനസ്സിലാക്കി. പി എൻ ജംഗ്ഷൻ്റെ രണ്ട് വശങ്ങളിലും ഒരു മെറ്റാലിക് കോണ്ടാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരു ഡയോഡ് എന്ന് വിളിക്കാം, പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്: പി റീജിയൻ, എൻ റീജിയൻ, ദെൻ പ്രൊവൈഡഡ് വിത്ത് മെറ്റാലിക് കോണ്ടാക്റ്റ്. മെറ്റാലിക് കോണ്ടാക്റ്റ് എന്തിനാണ് കൊടുക്കുന്നത്? ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള മെറ്റാലിക് കോണ്ടാക്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ മെറ്റാലിക് കോണ്ടാക്റ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഡയോഡ് എന്ന് വിളിക്കാം. ഈ ഡയോഡ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്. വി ക്യാൻ കണക്ട് ടു ഡിഫറെൻറ്റ് വേസ്. അതിനെയാണ് നമ്മൾ ബയസിങ് എന്ന് വിളിക്കുന്നത്. One method is by forward biasing and another one is reverse biasing. മനസ്സിലായോ? ഫോർവേഡ് ബയസിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ പി റീജിയണിനെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ലിലേക്കും എൻ റീജിയണിനെ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെല്ലിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് ബയസിങ്. അതേസമയം ഒരു റിവേഴ്സ് ബയസിങ് എന്ന് പറയുന്നതിൽ പി റീജിയണിനെ നെഗറ്റീവ് ടെർമിനലിലേക്കും എൻ റീജിയണിനെ പോസിറ്റീവ് ടെർമിനലിലേക്കും കണക്ട് ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് ബയസിങ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഡിഫറെൻ്റ് ബയസിങ് കൊടുക്കുന്നത് കൊണ്ട് ജംഗ്ഷൻ ഡയോഡിൻ്റെ ബിഹേവിയറിന് തന്നെയാണ് ഡിഫറൻസ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ അവിടെ ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ പി റീജിയണിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് ഇലക്ട്രോൺസുകൾ മാത്രമാണ് ഈ എൻ റീജിയണിൽ നിന്നും പി റീജിയണിലേക്ക് ക്രോസ് ചെയ്യുന്നത്, അഥവാ പി റീജിയണിൽ നിന്ന് ഹോൾസ് എൻ റീജിയണിലെത്തുന്നത്. അപ്പോൾ പി റീജിയണിൽ ഹോൾസ് ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്, എൻ റീജിയണിൽ ഫ്രീ ഇലക്ട്രോൺ ആയിരിക്കും മെജോറിറ്റി കാരിയേഴ്സ്. ഇതുകൂടാതെ എൻ റീജിയണിൽ കുറച്ച് ഹോൾസ് അവൈലബിൾ ആയിരിക്കാം, പി റീജിയണിൽ ഇലക്ട്രോൺസും അവൈലബിൾ ആയിരിക്കാം. അവയെ നമ്മൾ വിളിക്കുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് എന്നാണ്. പി റീജിയണിലെ ഫ്രീ ഇലക്ട്രോണുകളെയും എൻ റീജിയണിലെ ഹോൾസിനെയും നമ്മൾ വിളിക്കുന്നത് മൈനോറിറ്റി കാരിയേഴ്സ് എന്നാണ്. ആ മൈനോറിറ്റി കാരിയേഴ്സ് മൂവ് ചെയ്യും. മനസ്സിലായോ? ആ മൈനോറിറ്റി കാരിയേഴ്സ് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരു ചെറിയ വോൾട്ടേജ് ഇവിടെ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ ഈ അപ്ലൈഡ് വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സായ ഫ്രീ ഇലക്ട്രോൺസ് ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പി റീജിയണിലെത്തുകയും എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി അത് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് പി റീജിയൻ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷനിൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ കുറയുന്നത് കണ്ടക്ടിവിറ്റിയെ ഹെൽപ്പ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ആദ്യം നമ്മൾ ബയസിങ് പി റീജിയനും എൻ റീജിയനും ഫോർവേഡ് ബയസിങ് കൊടുക്കുമ്പോൾ പി റീജിയനെ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ പി റീജിയനിലുണ്ടാകുന്ന മൈനോറിറ്റി ചാർജ് കാരിയേഴ്സും എൻ റീജിയനിലുള്ള മൈനോറിറ്റി ചാർജ് കാരിയേഴ്സായ ഹോൾസും കൂടെ ക്രോസ് ഓവർ ചെയ്ത് അവിടെ ഒരു മൈനോറിറ്റി കറണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ എക്സ്റ്റേണൽ ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഈസ് കണക്റ്റഡ് ടു ദ എൻ റീജിയൻ, അല്ലേ? എൻ റീജിയനിലെ ഫ്രീ ഇലക്ട്രോണുകൾ പി എൻ ജംഗ്ഷൻ ക്രോസ് ചെയ്ത് പി റീജിയണിലുള്ള ഹോൾസായിട്ട് കമ്പൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ എക്സ്റ്റേണൽ ബയസ് വോൾട്ടേജ് ആണ്. അങ്ങനെ എക്സ്റ്റേണൽ ബയസ് വോൾട്ടേജ് ഇൻക്രീസ്ഡ് ബയസ് വോൾട്ടേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ പി എൻ ജംഗ്ഷനെ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പി എൻ ജംഗ്ഷനെ ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർവേഡ് ബയസിങ്ങിൻ്റെ പ്രധാന ഗുണം ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് ഹൈലി റെഡ്യൂസ്ഡ്, അഥവാ റെസിസ്റ്റൻസ് ടു ദ ഫ്ലോ ഓഫ് കറണ്ട് ഈസ് ഡിക്രീസിങ് ഇൻ എ ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷൻ. നെക്സ്റ്റ് വൺ ഈസ് റിവേഴ്സ് ബയസിങ്. റിവേഴ്സ് ബയസിങ്ങിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു പി റീജിയൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ ആൻഡ് എൻ റീജിയൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? എൻ റീജിയനിൽ നിന്നുള്ള ഫ്രീ ഇലക്ട്രോൺ ഈസ് നോർമലി മൈഗ്രേറ്റിംഗ് ടു ദ പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അതുപോലെ പി റീജിയനിലുള്ള ഹോൾസിലേക്ക് നെഗറ്റീവ് ടെർമിനലിൽ നിന്നുള്ള ഫ്രീ ഇലക്ട്രോൺസും മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ നോ ക്രോസിംഗ് ഓവർ ഈസ് പോസിബിൾ അക്രോസ് ദ ഡിപ്ലീഷൻ ലെയർ.
ഡിപ്ലീഷൻ ലെയറിന് അക്രോസ് ആയിട്ട് ചാർജ് കാരിയേഴ്സിൻ്റെ ട്രാവലിംഗ് ഇല്ല, മൂവ്മെൻറ്റ് ഇല്ല. അങ്ങനെ വരുമ്പോൾ ഈ ബാരിയർ വോൾട്ടേജ് അഥവാ ബാരിയർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ ലെയർ ഇൻക്രീസസ് ഇൻ ദ കേസ് ഓഫ് ദ റിവേഴ്സ് ബയസിങ്. When the P region is connected to negative terminal and N region connected to the positive terminal, it is called a reverse biased. The barrier voltage is in the same direction that of applied voltage, hence barrier potential increases. But there will be a feeble current due to minority charge carriers. Minority charge carriers ന്റെ കാര്യം ഒന്ന് നോക്കിക്കേ. പി റീജിയണിലെ മൈനോറിറ്റി ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺ ആണ്. ഫ്രീ ഇലക്ട്രോൺ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് ഫോർവേഡ് ബയസ്ഡ് ആണ്. എൻ റീജിയണിലുള്ള മൈനോറിറ്റി കാരിയർ എന്ന് പറയുന്നത് ഹോളാണ്. ഹോള് കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനലാണ്. അപ്പോൾ ഹോളിനും അത് ഫോർവേഡ് ബയസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഡിപ്ലീഷൻ ലെയറിൽ കൂടി ക്രോസിംഗ് ഓവർ നടക്കുന്നത് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് വഴി ആയതുകൊണ്ട് റിവേഴ്സ് ബയസിങ് കണ്ടീഷനിൽ തീരെ കറണ്ട് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു മൈക്രോ ആംപിയേഴ്സ് ഓഫ് കറണ്ട് മാത്രം ഉണ്ടാകും, വിച്ച് ഈസ് ഡ്യൂ ടു ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇനി എക്സ്റ്റേണൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് റിവേഴ്സ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ബയസ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ മോർ ആൻഡ് മോർ ഫ്രീ ഇലക്ട്രോൺസ് ആർ റീച്ചിങ് ദ പോസിറ്റീവ് ടെർമിനൽ, or the more external energy is available for the free electron to break the bond. അപ്പോൾ ബോണ്ടുകൾ ബ്രേക്ക് ചെയ്ത് കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് പോസിറ്റീവ് ടെർമിനലിൽ എത്തുമ്പോൾ വിച്ച് ഈസ് ഹാപ്പനിങ് എ ബ്രേക്ക് ഡൗൺ ഫോർ ദ പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ അങ്ങനെ റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഹാപ്പൻസ് എ ബ്രേക്ക് ഡൗൺ, ഓർ ദാറ്റ് വോൾട്ടേജ് ഈസ് കോൾഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ആൻഡ് ദ ഡയോഡ് വിൽ ബി ഗെറ്റിംഗ് ഡിസ്ട്രോയിഡ് ഓൺ ഇൻക്രീസിങ് ദ റിവേഴ്സ് വോൾട്ടേജ്. അപ്പോൾ ഇതാണ് ഫോർവേഡ് ബയസിങ്ങിൻ്റെയും റിവേഴ്സ് ബയസിങ്ങിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഈ ഫോർവേഡ് ബയസിങ്ങിൻ്റെയും റിവേഴ്സ് ബയസിങ്ങിൻ്റെയും ഗ്രാഫ്, അതായത് വി ഐ ക്യാരക്ടറിസ്റ്റിക് കേർവ് നമ്മൾ വരച്ചാൽ ഇതാണ് അതിൻ്റെ ഷേപ്പ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഇത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡയോഡ് ഈസ് നോട്ട് ഒബേയിങ് ഓംസ് ലോ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ റീസൺ. വോൾട്ടേജ് കറണ്ട് ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ഇത് ഫോർവേഡ് ബയസിങ്, ഇത് റിവേഴ്സ് ബയസിങ്ങിൻ്റെ കേസിൽ നോക്കിക്കേ. ഫോർവേഡ് ബയസിങ്ങിൻ്റെ കേസിൽ വോൾട്ടേജ് കറണ്ട് ഈസ് നോട്ട് ഷോയിങ് എ ലീനിയർ റിലേഷൻഷിപ്പ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതുപോലെ റിവേഴ്സ് ബയസിങ്ങിൻ്റെ കേസിലും അത് അല്ല, സ്ട്രെയിറ്റ് ലൈൻ അല്ല. അപ്പോൾ ഡയോഡ് ഈസ് നോട്ട് ഒബേയിങ് ഓംസ് ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഫോർവേഡ് ബയസിങ്ങിൻ്റെ കേസിൽ നമ്മൾ നോക്കിക്കേ, ഇവിടെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞിട്ട് മാത്രമാണ് ഫോർവേഡ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ ഫോർവേഡ് കറണ്ട് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് ആ ബാരിയർ പൊട്ടൻഷ്യലിന് ഈക്വലായിട്ടോ അതിന് ഗ്രേറ്റർ ആയിട്ടോ ഉള്ള അപ്ലൈഡ് വോൾട്ടേജ് അഥവാ ബയസ് വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ ജംഗ്ഷനിൽ കൂടി മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ക്രോസ് ചെയ്ത് ഫോർവേഡ് കറണ്ട് ഉണ്ടാകും. മനസ്സിലായോ? അതാണ് കുറച്ച് സമയത്തേക്ക് കറണ്ട് വളരെ ഫീബിളാകാൻ കാരണം. ഫോർവേഡ് കറണ്ട് ഫീബിളാകാനുള്ള കാരണം ആ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്യുന്ന വോൾട്ടേജ്, അതായത് ഒരു നീ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് വഴിയുള്ള കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി റിവേഴ്സ് കറൻറ്റിൻ്റെ കേസിൽ നോക്കിക്കേ. റിവേഴ്സ് കറൻറ്റിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് ഈസ് ഓൾമോസ്റ്റ് സീറോ എന്ന് വിളിക്കാം. അതായത് റിവേഴ്സ് ബയസിങ്ങിൻ്റെ കേസിൽ നമ്മൾ മൈക്രോ അമ്മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്, അഥവാ മൈക്രോ ആംബിയേഴ്സ് ഓഫ് കറണ്ട് ഓൺലി ഡ്യൂ ടു ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആർ ഹാപ്പനിങ്. ഇനി ബ്രേക്ക് ഡൗൺ സംഭവിച്ച് കഴിയുമ്പോൾ എല്ലാ ഇലക്ട്രോൺസും മെജോറിറ്റി ഓഫ് ദി ഇലക്ട്രോണിൻ്റെ ബോണ്ട് ബ്രേക്കേജ് കിട്ടുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് സർപ്ലസ് ആകും. സോ ദർ വിൽ ബി എ സഡൻ ഇൻക്രീസ് ഓഫ് കറണ്ട്. അതാണ് ബ്രേക്ക് ഡൗണിൻ്റെ പ്രത്യേകത. റിവേഴ്സ് ബയസിങ് കൊടുക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇതാണ് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡയോഡ്. താങ്ക് യു.